പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുകൂടി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ടയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ആദ്യം ഞാനൊരു 1/2 കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അല്പം ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം മൈദ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അല്പം ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലവയിലോ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ കുറച്ച് അല്പം മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് തടവിയതിന് ശേഷം പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അത്യാവശ്യം ഇത്രയും ഒരു കട്ടിക്ക് തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കുറുകെ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൈകൊണ്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഒരു സൈഡ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് നല്ലപോലെ ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്നവരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഗോൾഡൻ കളർ ബ്രൗൺ ആയതിനു ശേഷം മാത്രം ഇത് കോരി മാറ്റിയാൽ മതിയാവും. ഇത് നമ്മൾ ഇനിയൊരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളി ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുറുകി ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോഴേ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.